കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധ വചനവുമായി വീണ്ടും നിങ്ങളുമായി സന്ധിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ നാമം മാത്രം വാഴ്ത്തപ്പെടട്ടെ. സദൃശ്യവാക്യം മൂന്നാം അധ്യായം 5-ാം വാക്യം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് ലീൻ നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നമ്മൾ ചായാതെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനത്തിൽ ആശ്രയിക്കുക. നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതിന് ദൈവത്തോട് ചോദിക്കുക, അവൻ്റെ ആലോചന നടക്കുക, അവൻ്റെ ആലോചനയിൽ ഡിപ്പെൻഡ് ചെയ്യുക. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ചില കൺട്രിയിൽ, സമ്പന്ന രാഷ്ട്രങ്ങളിൽ തന്നെ, അവിടെ കറൻസി നോട്ടുകൾ എതിരിക്കും ഇൻ ഗോഡ് വി ട്രസ്റ്റ്. ഈ പണത്തിന് തരുന്നതായ ഗ്യാരണ്ടി ഉണ്ട്, പണത്തിന് തരുന്നതായ അത്ര ട്രസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിലല്ല ഞങ്ങൾ ആശ്രയിക്കുന്നത്, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്ന് ചില കറൻസിയിൽ എഴുതി വെക്കാറുണ്ട്. ഇൻ ദ ലോർഡ് വി ട്രസ്റ്റ്. സമ്പന്ന രാഷ്ട്രങ്ങളിലൊക്കെ ജനങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ ഇതിലല്ല ആശ്രയിക്കുന്നത്, സമ്പന്നമായ കാര്യങ്ങളല്ല ഞങ്ങൾ ആശ്രയിക്കുന്നത്. കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനവും അങ്ങനെയാണ് പറയുന്നത്. കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഒരു ഉപമയും ഒരു സത്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ദൈവവിഷയമായി സമ്പന്നരാകെ തനിക്ക് തന്നെ കരുതി വെക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ കൃഷിയിടങ്ങളെല്ലാം വിളഞ്ഞ് അവനെല്ലാം വാരിക്കൂട്ടി എല്ലാം സ്വരൂപിച്ച് വെച്ച് മാസങ്ങളോളം വർഷങ്ങളോളം ഇനി തിന്നാനും കുടിക്കുവാനും എനിക്കുണ്ട്, എനിക്കിനി എന്തിനാണ്, ഇനി സമ്പാദിക്കുന്ന എന്തിനാണ്, അങ്ങനെ എല്ലാം സമ്പാദിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് മനുഷ്യനോട് ചോദിക്കുന്നത്, യു ഫൂൾ, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവ് നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഈ കൂട്ടിവെച്ചതെല്ലാം ആർക്കാണ്. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ദൈവവിഷയമായി സമ്പന്നനാകുക. ദൈവവിഷയമായി സമ്പന്നനാകാതെ നിനക്ക് തന്നെ കരുതി വെക്കുന്നവൻ്റെ കാര്യം ഇത് തന്നെയാണ്. വിഷയമായിട്ടാണ് നീ സമ്പന്നനാകേണ്ടത്. അത് ദൈവവിഷയമായി ആകുന്നവൻ്റെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ്. പക്ഷേ നമുക്കിത് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറഞ്ഞത്, നീ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ചായരുത്. ഇത് സങ്കീർത്തനം 37-ാം സങ്കീർത്തനം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ ആശ്രയിക്കുക, അത് നിർവഹിക്കും. കമ്മിറ്റ് യുവർ വേ ടു ദ ലോർഡ്, ട്രസ്റ്റ് ഓൾസോ ഇൻ ഹിം ആൻഡ് ഹി ഷാൽ ബ്രിങ് ഇറ്റ് ടു പാസ്. അതായത് കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, കർത്താവിൽ മാത്രം പ്രത്യാശ വയ്ക്കുക. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറയുന്നത്. കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, അവനിൽ മാത്രം നീ പ്രത്യാശ വെച്ചാൽ നിന്റെ സമ്പത്തിനെയോ നിന്റെ സ്വത്തിനെയോ നിനക്കുള്ള സ്ഥാനമാനങ്ങൾ ഇതിലൊന്നിലും അല്ല നീ ആശ്രയിക്കേണ്ടത്. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ മാത്രം ആശ്രയിക്കുക, കർത്താവ് നിന്റെ വഴി നടത്തി തരും. ഇവിടെ ഒരു കാര്യമുണ്ട്, ട്രസ്റ്റ്. ഇവിടെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആശ്രയിക്കുക, നമ്മുടെ ആശ്രയം കർത്താവിൽ വെക്കുക. ട്രസ്റ്റ് എന്നാണ് പറയുന്നത്, ട്രസ്റ്റ് ഇൻ ഗോഡ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബൈബിളിക്കലായിട്ട് ട്രസ്റ്റിങ്ങിനൊരു അർത്ഥം കൊടുക്കുന്നുണ്ട്. ഇതിൽ ചൂസിങ് ടു ആക്ട് ഓൺ ഗോഡ് വേർഡ്സ് ഇൻ സ്പൈറ്റ് ഓഫ് ഫിയർ എന്നാണ് ബൈബിളിക്കലായിട്ട് ആ ട്രസ്റ്റിന് കൊടുക്കുന്നതായ ഒരർത്ഥം. അതായത് എന്ന് പറഞ്ഞാൽ ഭയത്തിന് പകരം സമാനമായ സംഭവം വചനത്തിലൂടെയുള്ള ഒരു തിരച്ചിലായിരിക്കണം. അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയത്തിന്, ട്രസ്റ്റ് എവിടെയാണ് നമുക്ക് ആവശ്യം എന്ന് നമ്മൾ ഭയത്തിന് അടിമയായി കഴിയുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ പ്രസൻറ്റ് സാഹചര്യങ്ങൾ, അത് എന്തുമായിക്കൊള്ളട്ടെ, അത് നമ്മൾ ഇവിടുത്തെ ബ്ലഡ് ടെസ്റ്റിംഗ് ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും പരാജയമായിക്കോട്ടെ, അല്ലെങ്കിൽ ദുഃഖപൂർണമായ അല്ലെങ്കിൽ ദയനീയമായ ഒരു അവസ്ഥയിലാട്ടെ, ആ സമയങ്ങളിലെല്ലാം നീ ദൈവത്തിൻ്റെ പൈതലാണോ നീ ആശ്രയിക്കേണ്ടത്. ആ ഭയത്തിന് അടിമയാകുക അല്ല നീ ചെയ്യേണ്ടത്. ആ ഭയത്തിന് പകരം നീ ചെയ്യേണ്ടത് സമാനമായ സംഭവം വചനത്തിലൂടെയുള്ള ഒരു തിരച്ചിലായിരിക്കണം. ട്രസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എങ്ങനെയാണ് ബൈബിളിക്കൽ? ചൂസിങ് ടു ആക്ട് ഓൺ ഗോഡ് വേർഡ്സ് ഇൻ സ്പൈറ്റ് ഓഫ് ഫിയർ. അതാണ് ബൈബിളിക്കലായിട്ട് ട്രസ്റ്റിന് പെടുത്ത ഒരു. അതായത് ഭയത്തിൻ്റെ പകരം നാം സമീപിക്കുന്ന ഭാരം അനുഭവിച്ച
ഭയത്തിന് പകരം ഞാൻ അനുഭവിക്കുന്ന ഭാരം അനുഭവിച്ച മനുഷ്യരെ നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ എങ്ങനെ അവർക്ക് ആശ്വാസമുണ്ടായി? അങ്ങനെയുള്ള ഒരു അന്വേഷണമായിരിക്കണം, വചനത്തിലൂടെയുള്ള ഒരു അന്വേഷണമായിരിക്കണം ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നമുക്ക് പറയാമല്ലോ, സുവിശേഷത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, 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 പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാമല്ലോ, സഭയിലെ പ്രവർത്തകനായ, സഭയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യസ്ഥനായിരുന്ന യായിറോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി. ആ ഒരു വ്യക്തി തൻ്റെ മകള് മരണാസനത്തിലായിരിക്കുന്ന ആ സിറ്റുവേഷൻ ചെന്ന് കർത്താവിനോട് ചെന്ന് പറയുന്നുണ്ട്, കർത്താവേ, നീ വന്ന് എൻ്റെ മകളെ സൗഖ്യപ്പെടുത്തണമേ. ഉടനെ തന്നെ കർത്താവ് യായിറോസിൻ്റെ കൂടെ പോവാണ്. കർത്താവ് തൻ്റെ ഭൃത്യന്മാരും അവരെല്ലാം കൂടെ യാത്ര തിരിച്ചു കൂടെ പോകും. യാത്ര കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭൃത്യൻ വന്ന് പറഞ്ഞു, എന്തിനാണ് നിൻ്റെ ഗുരുവിനെ ശല്യപ്പെടുത്തുന്നത്? നിൻ്റെ മകൾ മരിച്ചുപോയി എന്ന് പറയും. വാസ്തവത്തിൽ നമ്മൾ ഈ സംഭവം കേട്ടപ്പോൾ സാധാരണ മനുഷ്യങ്ങളായിരുന്നു, അയ്യോ എൻ്റെ മരിച്ചുപോയി, അയ്യോ എന്ന് പറയും, കരഞ്ഞ് ദുഃഖത്തോട് കഴുത്തോട് എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഓടി തൻ്റെ മകളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ഒരു സാഹചര്യമാണല്ലേ ഉണ്ടാകുന്നത്. എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഇനി എന്തിനാണ് എനിക്ക് എല്ലാം കഴിഞ്ഞല്ലോ വിട്ടെറിഞ്ഞിട്ട് ആ സംഭവത്തെക്കുറിച്ചുള്ള ആ ദുഃഖത്തെക്കുറിച്ച് താഴ്ന്നിറങ്ങി എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഓടി പോകുന്ന ഒരു സുഖം. പക്ഷേ യായിറോസ് അങ്ങനെയല്ല ചെയ്തത്. ഈ സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് യായിറോസ് കർത്താവിനെ ഒന്ന് നോക്കി. കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം. യായിറോസ് അത് പ്രതികരിച്ചില്ല. അത് പ്രതികരിക്കാതെ, ആ ദുഃഖത്തിൽ പ്രതികരിക്കാതെ, ആ ട്രസ്റ്റിൻ്റെ ആ ഒരു മഹിമയെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആ സംഭവം അപ്പോഴുണ്ടായ ആ സംഭവത്തിൽ പ്രതികരിക്കാതെ കർത്താവിനെ ഒന്ന് നോക്കി. കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം. ഇപ്പം നമുക്ക് പറയും, അന്ന് കർത്താവ് ഉണ്ടായിരുന്നല്ലോ, ഇന്ന് നമുക്ക് കർത്താവില്ലല്ലോ എന്ന് പറഞ്ഞാൽ, കർത്താവിനേക്കാളും കർത്താവിൻ്റെ വചനമാണ് കർത്താവ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ വചനത്തിൽ വിശ്വസിച്ചാൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവിനെ നോക്കി കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം. പിന്നീടുണ്ടായ സംഭവം എല്ലാം നമുക്കറിയാൻ സാധിക്കും. പിന്നീടുണ്ടായ സംഭവം എന്താണ്? യാത്രക്കിടയിൽ ഒരു രക്തസ്രാവം സ്രാവിച്ച ഒരു സ്ത്രീ വന്നു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊട്ടിൽ തൊട്ട്. ആ സ്ത്രീക്ക് 12 വർഷം രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീയാണ് കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടത്. ആ 12 വർഷം എന്തിനാ? അപ്പം 12 വയസ്സുള്ളൊരു മകളാണ് തൻ്റെ മകൾ മരിച്ചുപോയി എന്ന് പറയുന്നത്. ആ 12 വർഷം രക്തസ്രാവമായി ബാധിച്ച സ്ത്രീ വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ സൗഖ്യപ്പെടുത്തു. അപ്പോൾ യായിറോസിന് ഒരു പ്രത്യാശ വന്നു കഴിഞ്ഞു. കാര്യം 12 വയസ്സുള്ള 12 വർഷം പഴക്കമുള്ള അസുഖം കർത്താവ് ഭേദമാക്കിയെങ്കിൽ 12 വയസ്സുള്ള എൻ്റെ മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തില്ല. കർത്താവ് സൗഖ്യപ്പെടും. ആ വചനം കിട്ടി നമുക്ക് എന്തെങ്കിലും ഇതുപോലെയാണ്. നമ്മൾ കർത്താവിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ, നമുക്കതുപോലെ ഒരു സംഭവം, ഒരു വചനം കർത്താവ് തരും. അതിന് യാതൊരു സംശയമില്ല. ഇവിടെ നോക്കി, ഈ 12 വർഷം രക്തസ്രാവം ബാധിച്ച സ്ത്രീ, ആ സ്ത്രീക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ ഒരു കരത്തിലും സാധിക്കത്തില്ല. അവൾ കർത്താവിനെക്കുറിച്ച് കേട്ടത് എന്താണ്? കർത്താവിനെക്കുറിച്ച് അവൾ കേട്ടറിയുകയാണ് ചെയ്തത്. കർത്താവിനെക്കുറിച്ച് കേട്ടത് അത് ദൈവത്തിൻ്റെ പുത്രനായ മശിഹയാണെന്നോ, അല്ലെങ്കിൽ പ്രവാചകന്മാർ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ പുത്രനാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നൊന്നും അവൾക്കറിയില്ല. അവൾ മനസ്സിലാക്കിയത് എന്താണ്? നമ്മളെപ്പോൾ ഒരു സാധാരണ സ്ത്രീ, ഈ യായിറോസും അതുപോലെ നമ്മളെപ്പോൾ ഒരു സാധാരണ മനുഷ്യരാണ്. വലിയ വീഴ്ചകളും താഴ്ചകളും ബലഹീനതകളും ഉള്ള സാധാരണ മനുഷ്യർ. അവർ ചെയ്തത് എന്താണ്? കർത്താവിൽ വിശ്വസിച്ചു. അതിന് അതുപോലെ തന്നെ ഈ സ്ത്രീ ഇവൾക്കറിയില്ല ഇത് ആരാണെന്ന്, ദൈവത്തിൻ്റെ പുത്രനാണ്. അവൾ അറിഞ്ഞു ധാരാളം ഏതോ ഒരു യഹൂദ റബ്ബുനി, കരുണയും സ്നേഹവും വാത്സല്യമുള്ള ഒരു സാധാരണ റബ്ബുനീസ്. ഒരു പക്ഷേ അദ്ദേഹം ഒരു പ്രവാചകനായിരിക്കാം. പ്രവാചകന്മാർ ഇതുപോലെ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പഴയ നിയമകാലത്ത് 3.5 വർഷക്കാലം മഴ പെയ്ച്ചില്ല. ഒരു കാലത്തെ നിയന്ത്രിച്ച പ്രവാചകന്മാരുണ്ടായിരുന്നു. മനുഷ്യരെ ഉയർപ്പിച്ച പ്രശ്നങ്ങളുണ്ട്, ആഹാരം കൊടുത്ത വചനം. അങ്ങനെ പ്രവാചകന്മാർ ധാരാളം അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തിട്ടുണ്ടെന്ന് ഇവൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഒരു പ്രവാചകനായിരിക്കും ഈ വന്നത്, സ്നേഹവും വാത്സല്യമുള്ള. അല്ലെങ്കിൽ ഏതൊരു പ്രവാചകൻ, ഒരു മനുഷ്യനെ സ്നേഹമില്ലാത്ത മനുഷ്യൻ ഒരു കുഷ്ഠരോഗിയോ സ്പർശിക്കുമോ? നിയമം കർശനമായിട്ട് വിലക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അതൊന്നും നിയമത്തിൻ്റെ നൂലാമാലകളിലും നിയമത്തിൻ്റെ നിബന്ധനകളിലും ഒന്നും വശംവദയാകാത്ത ഒരു സ്നേഹവാനായ ഒരു റബ്ബുനി, ആ റബ്ബുനിയാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അദ്ദേഹത്തെ തൊട്ടാൽ ഞാൻ സൗഖ്യപ്പെടും ഒന്ന് തീരുമാനമെടുത്തങ്ങ്.
പക്ഷേ തീരുമാനമെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ആ സ്ത്രീ അപ്പോൾ. കാര്യം 12 വർഷം രക്തസ്രവം. ഈ 12 വർഷം എന്നവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാര്യം ആ 12 വർഷം കൊണ്ട് അവരുടെ ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം ഇവൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന്. അതുകൊണ്ട് ആൾക്കാരെല്ലാം വളരെ കെയർഫുൾ ആയിരിക്കും അവളെക്കുറിച്ച്. അവൾ പുറത്തോട്ട് പോകുന്നു, എങ്ങോട്ട് പോകുന്നു. കാര്യം അവൾക്കൊന്നും സ്പർശിക്കാൻ പറ്റുകയില്ല. നിയമത്തിൻ്റെ ബന്ധനത്തിനുള്ളിലാണ് അവൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. നിയമത്തിൻ്റെ ബന്ധനത്തിൽ നമ്മളെല്ലാം അങ്ങനെ നിയമത്തിൻ്റെ ബന്ധനത്തിൽ നമ്മൾക്ക് നിയമത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും പൊട്ടിക്കുവാനും വലിച്ചെറിയുവാനും ഒരു സഹിഷ്ണുതയും ഒരു ബോൾഡ്നെസ്സും നമ്മൾ കാണിക്കാതെ അവന് പുറത്തു വരാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് എന്താ പറയുന്നത്, ധൈര്യപൂർവ്വം നീ എൻ്റെ അടുത്തേക്ക് വരാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ബോൾഡ് കം നിയർ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്, കം ബോൾഡ്ലി എന്ന് പറയുന്നത്. പക്ഷേ അവൾ ആ നിയമത്തെയും അവൾ അന്ന് കാണിക്കുന്ന നിയമത്തിൻ്റെ നൂലാമാലകളെയും ഒരു പക്ഷേ അവൾ പോയി അവളുടെ സംഗതി ഫെയില്യൂർ ആയെങ്കിൽ എന്ന് കേൾക്കട്ടെ, അവൾക്ക് കർത്താവിനെ സ്പർശിക്കാൻ സാധിച്ചില്ല, അത് പറ്റിയില്ല. അതിനു മുമ്പ് ആരെങ്കിലും കണ്ടുപിടിച്ച് അവളെ പുറത്തോട്ട് കൊണ്ടുപോയി ഇതിൽ അവളുടെ ശിക്ഷ എന്തായിരിക്കും? അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവളെ. നിയമത്തിന് എഗ്നിസ്റ്റായിപ്പോയി. പക്ഷേ അവിടെ ഒരു തീരുമാനമുണ്ട്. ഇപ്പോൾ ആ തീരുമാനത്തെ കർത്താവ് അവളെ സഹായിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കുക. നമ്മൾ കർത്താവിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തു കഴിയുമ്പോൾ നമ്മളെ സഹായിക്കാൻ കർത്താവ് അവിടെ വരും. കാര്യം ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആ 12 വർഷം ശ്രീ കർത്താവിൻ്റെ മുമ്പ് അവൾക്ക് സൗഖ്യം മാത്രമാണോ അവൾക്ക് ലഭിച്ചത്? ദൈവത്തിൻ്റെ അനുമോദനവും അവൾക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ അനുമോദനവും അവൾക്ക് ലഭിച്ചു. അതാണ് അവൾക്കുണ്ടായ പ്രത്യേക സാധ്യത. അവളുടെ രോഗം മാറി, അവർക്ക് അനുമോദനം കിട്ടി, എല്ലാവരാലും അറിയപ്പെട്ട വ്യക്തിയായി. എന്തെല്ലോ സ്ഥാനമാനങ്ങളാണ് അവർക്ക് ലഭിച്ചത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ട്രസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭയത്തിന് പകരം സമാനമായ സംഭവം വചനത്തിലൂടെയുള്ള ഒരു തിരച്ചിലായിരിക്കണം ട്രസ്റ്റ്. അപ്പം ഇവിടെ നമുക്ക് പറയുന്നത്, നാം ഭയത്തിന് അടിമയാകണമോ അതോ വചനത്തിൽ നമ്മൾ ബലപ്പെട്ട് ജീവിക്കണമോ? ഈ ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടതാണ്. നമുക്കൊരു സാഹചര്യം വന്നാൽ, നമുക്കൊരു രോഗം വന്നാൽ, നമുക്കൊരു കഷ്ടത വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ നമുക്കൊരു പരാജയം വന്നു കഴിഞ്ഞാൽ നാം കർത്താവിൽ ആശ്രയിക്കണോ? കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ബലപ്പെട്ട് ജീവിക്കണമോ അതോ ഭയത്തിൽ ആശ്രയിക്കണമോ? ചോയ്സ് നമ്മുടേതാണ്. ചോയ്സ് നമുക്ക് മാത്രമുള്ള തീരുമാനമെടുക്കേണ്ടത് നമ്മുടേതാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരും സമ്പന്ന കർത്താവ് വിളിച്ചിരിക്കുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതിന് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. പലരും ഇങ്ങനെയാണ്. പലരും അതിന് സാധിക്കത്തില്ല. കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കാൻ പലരും ധൈര്യപ്പെടുകയല്ല, അതിന് മെനക്കെടാറില്ല എന്നാണ് പറയുന്നത്. അവന് മെനക്കെടില്ല. കർത്താവിൻ്റെ വചനം ധൈര്യപ്പെട്ടിട്ട് കാര്യം അവർക്ക് അതിനുള്ളതായ പരിചയമില്ല. കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ ശക്തിയും ബലവും അത്ഭുതങ്ങളും വീരപ്രവൃത്തികളും ഹീലിംഗും അവർ സ്വയമായി നേടിയെടുത്തുള്ള പരിചയം അവർക്കില്ല. പരിചയക്കുറവാണ് ഒന്നാമത്തെ കാര്യം. അതല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നീ വചനത്തിൽ ബലപ്പെടുക. നീ ദൈവത്തിൻ്റെ വചനം അറിയണം. അതൊരു ആവശ്യമാണ് ഓരോ വ്യക്തിയും. നമ്മൾ പോയി കാലത്ത് പ്രാർത്ഥിക്കുക, വൈകിട്ട് പ്രാർത്ഥിക്കണം, അതല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആരാണ്? നമുക്ക് ഇപ്പോൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് വളരെ ലിമിറ്റഡായ ആൾക്കാർ. ഒരു കുടുംബത്തിലെ ഒരു ഭാര്യ, ഒരു ഭർത്താവ്, കുട്ടികൾ, അല്ലെങ്കിൽ അമ്മായിപ്പന്മാർ, അവരാണ് നമ്മുടെ ഏറ്റവും അറിയപ്പെട്ട ഒരു വ്യക്തി. നമ്മുടെ ഇൻറ്റിമേറ്റായ ഫ്രണ്ട് അതാണ്. ഇൻറ്റിമേറ്റായ ഫ്രണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഇൻറ്റിമേറ്റായ ഫ്രണ്ട് കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആരാ ഹു ഈസ് ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ അവർ ആലോചിച്ച് പറയും, ഹീ ഈസ് മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. Only very few people are, or we can make them independent. And നമ്മളെല്ലാം അവരുമായിട്ട് ഷെയർ ചെയ്യും. അവരും നമ്മളുമായിട്ട് അവർ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്നുണ്ട്, എന്നെ അറിയാവുന്ന ഒരു വ്യക്തി, എന്നോട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആയത്, അല്ലേ? കർത്താവ് പറയുന്നത്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. വലിയ പാട്ടുണ്ട്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ, വാട്ട് എ പ്രിവിലേജ് ടു ക്യാരി. നമുക്കൊരു കർത്താവുമായി ഈ ഫ്രണ്ട്, ഈ സ്ഥിരമായ ഒരു ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് നിനക്ക് ഉണ്ടായത് എങ്ങനെയാണ്? നിൻ്റെ അറിവിലൂടെയാണ്. നിൻ്റെ ദൈനംദിനമായ ജീവിതത്തിലൂടെ നിനക്ക് കിട്ടിയ ഒരു അറിവാണത്. അങ്ങനെ കർത്താവിനെ നമുക്കൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആക്കാൻ സാധിക്കണം. കർത്താവിനെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആക്കാൻ സാധിച്ചില്ലെങ്കിൽ കേവലം പോയി ഒരു റിലീജിയസ് ലീഡറായിട്ടും
ഒരു റിലീജിയസ് ലീഡറായിട്ടും ഒരു കർത്തവ്യമായിട്ടും ഒരു ചുമതലയായിട്ട് നമ്മൾ പോവുക, പ്രാർത്ഥിക്കുക, വരുവത്തിൽ. അത് കഴിഞ്ഞാൽ നമുക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ചുമതല കർത്താവിന് അവിടെ പോവുക, അതായത് നമ്മൾ കർത്താവിനെ സമർപ്പിക്കുന്നതിൻ്റെ രീതിക്ക് തന്നെ ഒരു വ്യത്യാസം വരും. ഇതിനുണ്ട് നമ്മൾ മെനക്കെടുന്ന ഇപ്പോൾ അതിനൊരു കാര്യമുണ്ട്. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഫ്രണ്ട് ആക്കുവാൻ നമ്മൾ കർത്താവിനെ ആശ്രയിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. കർത്താവിൽ ആശ്രയിക്കുക മാത്രം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ വചനം പഠിക്കുക. അതിലുപരിയായിട്ട് നമ്മൾ കർത്താവിൻ്റെ പാദത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് കർത്താവിൻ്റെ ഈ കർത്താവിനെ ആശ്രയിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട ഉപാധി പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബൈബിൾ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നോക്കണം. 2 വ്യക്തികൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്താണ് തന്നെത്താൻ അയാളെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. ഒരാൾ തന്നെത്താൻ ജസ്റ്റിഫൈ, അവിടെ സമർപ്പണമാണ് കാണുന്നത്. ഒരു വ്യക്തി കർത്താവ് ഞാൻ പാപിയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, കർത്താവിൽ സമർപ്പിക്കുകയാണ് കർത്താവ് ചെയ്തത്. കർത്താവ് ഒരു വ്യക്തി വന്ന് കർത്താവിന് സമർപ്പിച്ചു. ഒരു വ്യക്തി വന്ന് കർത്താവിന് താൻ നീതിമാനാണെന്നും താൻ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് സബ്മിഷൻ നമുക്ക് കാണാം. ഇതാണ് പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ തന്നെയും നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ അപ്പനോട് സംസാരിക്കാൻ നമുക്ക് ആരോടും പഠിക്കണോ ആരെങ്കിലും? എൻ്റെ അപ്പനോട് സംസാരിക്കാൻ എനിക്ക് വല്ല പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിൻ്റെ അപ്പനോടാണ് സംസാരിക്കുന്നത്, നിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനോടാണ് എന്ന ചിന്ത നിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ വരട്ടെ. അപ്പോൾ നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. നിൻ്റെ ഉള്ളിലെ അന്തരംഗത്തിലെ തേങ്ങലുകൾ കർത്താവ് കേൾക്കാൻ സാധിക്കും. കാര്യം കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പം പഠിക്കുന്നു. 1 വയസ്സ് 2 വയസ്സ് കുട്ടികൾ. ആ കുട്ടികൾ മാതാപിതാക്കൾ അടുത്ത് എന്ന് ചോദിക്കും, മോനെ പപ്പ മമ്മി എന്ന് ചോദിക്കും. ആ കുട്ടി അന്ന് അവരുടെ വാക്കുകൾ കേൾക്കും. അപ്പം മാതാപിതാക്കന്മാർക്ക് എന്തോ ഒരു സന്തോഷമാണ് ആ കുട്ടി സന്തോഷം. ഇതുപോലെയാണ് നമ്മുടെ കർത്താവ്. നിനക്കറിയില്ലെങ്കിലും നീ കർത്താവിൻ്റെ അടുത്തിരുന്ന് നിൻ്റെ തേങ്ങലുകളും നിൻ്റെ മുറിഞ്ഞ വാക്കുകളും അതിന് വേണ്ടതായ രൂപഭേദങ്ങളൊന്നുമില്ല, പ്രാസങ്ങളൊന്നുമില്ലാത്ത നിൻ്റെ സംസാരങ്ങൾ അതൊക്കെ കേൾക്കാനാണ് കർത്തിഷ്ടം. തകർന്നു നിറങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കില്ലെന്നാണ് പറയുന്നത്. അത് കേൾക്കാനാണ് ആർക്കിഷ്ടം. അതാണ് കർത്താവിന് ആവശ്യം. നീ ആരുമായിക്കൊള്ളട്ടെ, നീ കർത്താവിനെക്കുറിച്ച് അധികമൊന്നും നിനക്ക് അറിവില്ല, ജ്ഞാനമില്ല, കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ നിനക്ക് ഭയങ്കരമായ ഭാരങ്ങളുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖങ്ങളുണ്ട്, നിൻ്റെ കുടുംബത്തിലെ സാഹചര്യങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, രോഗമുണ്ട്. നീ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ട് നിനക്ക് എങ്ങനെ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നു? ഞാൻ നിങ്ങളോട് ചോദിക്കുക, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഇത്രമാത്രം ഭാരങ്ങളും പ്രയാസങ്ങളും, പ്രായമായിട്ടും വിവാഹം കഴിക്കാത്ത മകന്, എൻ്റെ ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള യോഗ്യതയുള്ള മക്കൾ പ്രധാനപ്പെട്ട നല്ലൊരു ജോലി അവർക്ക് ലഭിച്ചില്ല, ദാരിദ്ര്യം, ദുഃഖം, രോഗം, മാരകമായ യോഗം, ഇങ്ങനെയൊക്കെ ബാധിച്ചിട്ടും നിങ്ങൾക്ക് എങ്ങനെ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നു ഞാൻ ചോദിക്കുകയാണ്. എഴുന്നേൽക്കുക, കർത്താവിൻ്റെ പാദത്തിൽ നീ ഇരിക്കുക, കർത്താവിനോട് ചോദിക്കുക. അത് കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് നടത്തിത്തരും. അതിന് യാതൊരു സംശയമില്ല. അതിന് നിനക്ക് വേണ്ടത് കർത്താവിൽ ആശ്രയിക്കുകയാണ് നീ ചെയ്യേണ്ടത്. ട്രസ്റ്റ് ഇൻ. ഇത് എങ്ങനെയാണ് യായിറോസ് ബലപ്പെട്ടത്? എങ്ങനെയാണ് ആ വിധവയായ ആ രക്തസ്രാവം ബാധിച്ച സ്ത്രീ കർത്താവിൽ ആശ്രയിച്ചത്? അവിടെ ചുറ്റുപാട് വലിയ ബന്ധനങ്ങളും സാഹചര്യങ്ങളും എല്ലാം അതിജീവിച്ച് കർത്താവിൻ്റെ പാദത്തിലിരുന്നു. കർത്താവിൽ ആശ്രയിക്കുവാൻ അവർക്ക് സാധിച്ചു. അതുപോലെ നമ്മൾക്ക് കർത്താവിൻ്റെ പാദത്തിൽ നമ്മൾ ഇരുന്നാൽ മതി. ഒന്നുമില്ലെങ്കിൽ കർത്താവിൻ്റെ പാദത്തിൽ നിന്ന് കർത്താവേ എന്ന് പറഞ്ഞ് കുറച്ചു നേരം ഒന്ന് കരഞ്ഞു നോക്ക്. നിൻ്റെ ഉള്ളിലിരിക്കുന്ന സംഗതികളെല്ലാം കർത്താവിന് അറിയാൻ സാധിക്കും. അവൻ വചനമാണ്. നിൻ്റെ ഉള്ളിലിരിക്കുന്ന വേദന എന്താണെന്ന് നിൻ്റെ വാക്കുകളിലൂടെ നിൻ്റെ പുറത്തേക്ക് വന്നില്ലെങ്കിലും സാരമില്ല, അവനത് മനസ്സിലാക്കും. ഈ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് നിൻ്റെ ദുഃഖങ്ങളെല്ലാം നിൻ്റെ കണ്ണീരായിട്ട് പൊഴിച്ചു കഴിയുമ്പോഴത്തേക്കും നിനക്കൊരു ആശ്വാസമുണ്ട്. കർത്താവ് വന്നിട്ട് ഇടപെടും. അതിൻ്റെ പരിചയസമ്പന്നനായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിൻ്റെ പ്രശ്നങ്ങൾ എന്തുവാണിച്ചാലും എന്തായിരുന്നാലും നമ്മുടെ കർത്താവ് അവന് കടലോളമുള്ള ദയയാണ് അവനുള്ളത്. ദയയും കരുണയും അവൻ്റെ ഒരു പ്രത്യേകതയാണ്. നിൻ്റെ ഹൃദയത്തിലെ ചിന്തകളെയും. പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിക്കണം, നമ്മൾ കർത്താവിൽ പൂർണ്ണമായി സമർപ്പിക്കണം. ജസ്റ്റിഫിക്കേഷൻ ചെയ്യരുത്. അവനെ സമർപ്പിക്കണം. നമ്മൾ സ്വയം നീതിമാനാണെന്ന് ചിന്തിക്കാതെ അവനിൽ പൂർണ്ണമായി സമർപ്പിക്കുക. അവനിൽ പൂർണ്ണമായി അവൻ്റെ കാൽക്കലിരിക്കുക എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക. അവൻ്റെ പൂർണ്ണമായി സമർപ്പിക്കുക. നീ അതിൻ്റെ ഫലം അനുഭവിക്കും. നീ എന്ത് ആഗ്രഹിച്ചോ അത് ദൈവം നിനക്ക് തരും. അതാണ് ദൈവത്തിൻ്റെ പ്രാർത്ഥന. അതിനായി നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. ശ്രമിക്കുക.
നീ അതിനു വേണ്ടി ഒരു തീരുമാനമെടുക്ക്. അത്ഭുതങ്ങൾ ജീവിതത്തിലുണ്ടാവും. അതിനുവേണ്ടി കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.